നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ TKS പുരത്ത് പാചകവാതക സിലിണ്ടർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചേർത്തല തുറവൂർ സ്വദേശി കൃഷ്ണകുമാറാണ് മരിച്ചത്. എടത്തിരുത്തി ചൂലൂരിൽ ഫ്രിഡ്ജിൽ നിന്നും തീ പടർന്ന് അടുക്കള കത്തിനശിച്ചു. ഡോക്ടർ BR അംബേദ്കറുടെ 58ാം ചരമദിനത്തിൽ ഭാരതീയ പട്ടികജന സമാജം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൂട്ട ഉപവാസം നടത്തി. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ TKS പുരത്ത് പാചകവാതക സിലിണ്ടർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചേർത്തല തുറവൂർ ശങ്കുത്തറ വീട്ടിൽ രമേശിന്റെ മകൻ കൃഷ്ണകുമാറാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 12:30 ബൈപ്പാസ് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് കാറിൽ തട്ടി റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഞൊടിയിടയിൽ എതിരെ വന്ന ലോറി ബൈക്ക് യാത്രക്കാരന്റെ തലയിലൂടെ കയറിയിറങ്ങി. കൃഷ്ണകുമാർ അപകട സ്ഥലത്ത് വച്ചു തന്നെ മരണമടഞ്ഞു. കൊടുങ്ങല്ലൂർ TKS പുരത്ത് നടന്ന വാഹനാപകടം നാടിനെ നടുക്കി. ബൈപ്പാസ് ജംഗ്ഷനിൽ ബൈക്ക് യാത്രക്കാരന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടം അതിദാരുണമായിരുന്നു. കാറിനെ മറികടക്കുന്നതിനിടയിൽ കാറിൽ തട്ടി വീണ ബൈക്ക് യാത്രക്കാരന്റെ തലയിലൂടെ ലോറി കയറിയിറങ്ങുകയായിരുന്നു. യുവാവ് ധരിച്ചിരുന്ന ഹെൽമറ്റ് പൊട്ടിത്തകർന്നു. തല ചിതറിയ നിലയിലായിരുന്നു. അപകടം നടന്ന സ്ഥലം പോലീസും ഫയർഫോഴ്സും ചേർന്ന് കഴുകി വൃത്തിയാക്കേണ്ടി വന്നു. എടത്തിരുത്തി ചൂലൂരിൽ ഫ്രിഡ്ജിൽ നിന്നും തീ പടർന്ന് അടുക്കള കത്തിനശിച്ചു. ചൂലൂർ ITCക്ക് സമീപം ചൂലുകാരൻ മുഹമ്മദ് റാഫിയുടെ വീടാണ് കത്തിനശിച്ചത്. ശനിയാഴ്ച 3 മണിയോടെയാണ് സംഭവം. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് ഫ്രിഡ്ജിൽ നിന്നും തീ ആളിപ്പടർന്ന് അടുക്കള പൂർണ്ണമായും കത്തിനശിക്കുകയായിരുന്നു. പുക ഉയരുന്നത് കണ്ട് വീട്ടുകാർ ബഹളം വച്ചതിനെ തുടർന്ന് അയൽവാസികളും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടി ജനൽ ചില്ല് തകർത്ത യുവാവിന് കൈക്ക് പരിക്കേറ്റു. അയൽവാസിയായ ഷംനാസിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് നാട്ടുകാരും അയൽവാസികളും ചേർന്ന് തീയണച്ചു. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടമുള്ളതായി വീട്ടുകാർ പറഞ്ഞു. വലപ്പാട് മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഡോക്ടർ BR അംബേദ്കറുടെ 58ാം ചരമദിനത്തിൽ ഭാരതീയ പട്ടികജന സമാജം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൂട്ട ഉപവാസം നടത്തി. മതിലകം സെന്ററിൽ നടന്ന കൂട്ട ഉപവാസം സമാജം സംസ്ഥാന പ്രസിഡന്റ് MS വിജയൻ ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ അവകാശങ്ങൾ നേടിത്തന്ന അദ്ദേഹത്തിന്റെ മഹത്തായ മരണ ചെയ്ത ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പുഷ്പാർച്ചന നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ അവകാശങ്ങൾ പൂർത്തിയുറപ്പിക്കുന്നതിന് വേണ്ടി സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട ഗതികളാണ് ഈ രാജ്യത്തെ പട്ടികജാതിക്കാർക്കുള്ളത്. യഥാർത്ഥത്തിൽ തെളിവാണ് ഇന്നത്തെ ദിവസം. നമ്മളെ സംബന്ധിച്ച്, പട്ടികജാതിക്കാരെ സംബന്ധിച്ച് ഈ രാജ്യത്ത് വാരിക്കോരി പലതരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ദ്രോഹമായിട്ടുള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെന്റ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ വർഗത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അംബേദ്കർ വളരെയധികം കഷ്ടപ്പെട്ട് അദ്ദേഹം അനുഭവിച്ച വേദനയുടെയും ത്യാഗത്തിന്റെയും ബലത്തിന്റെ ഫലമായിട്ട് എന്റെ തലമുറക്കാരായി വരുന്നവര് ഇനി ഒരിക്കലും ഈ പീഡനാനുഭവം അനുഭവിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥലത്തുണ്ടാക്കിയിട്ട് സംവരണം പോലും ഇന്ന് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നട്ടോട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. പട്ടികജാതിക്കാരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന വീട്ടുകരവും വെള്ളക്കരവും ഒഴിവാക്കണമെന്നും അക്ഷയ കേന്ദ്രം വഴി നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് നിർത്തലാക്കണമെന്നും സംഘടനകളുടെ സാക്ഷ്യപത്രം പ്രഥമരേഖയായി അംഗീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് KA സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MG സുന്ദരൻ, KK ഗിനീഷ്, ബീന വിജയൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം RMVHS സ്കൂളിൽ കൺസ്യൂമർ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലാ ഉപഭോക്തൃ സമിതി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ബോംബെയിൽ ആദ്യം സ്ത്രീകളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ സംബന്ധിച്ച് അവബോധം ഉണ്ടാകത്തക്ക വിധത്തിൽ ഒരു സമരം നടത്തി ഇന്ത്യയിൽ. അപ്പോൾ ആ സമരത്തിന്റെ ഫലമായി പാർലമെന്റിനകത്തും പുറത്തും എന്ന് വേണ്ട രാജ്യത്തെ മുഴുവൻ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും ഒന്നായി
ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ സംഘടന വേണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ജനപ്രതിനിധികളായിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് യഥാർത്ഥത്തിൽ ഈ കൺസ്യൂമർ സംരക്ഷണ നിയമം 1986 എന്നത് പാസാക്കി. PTA പ്രസിഡന്റ് PR ജയപാലൻ അധ്യക്ഷത വഹിച്ചു. കൺസ്യൂമർ ക്ലബ് അഡ്വൈസർ NA ഗുലാം മുഹമ്മദ് ആമുഖ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ R അനിൽ, PI ഷൗക്കത്ത് അലി, PK ജയപ്രകാശൻ, MB ദിനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മതിലകം പുതിയകാവിൽ CPM പ്രവർത്തകർക്ക് നേരെ ആക്രമണം, ഒരാൾക്ക് വെട്ടേറ്റു. പുതിയകാവ് സ്വാശ്രയ കോളനിയിൽ താമസിക്കുന്ന വാക്കാട്ട് സുബിനാണ് വെട്ടേറ്റത്. ഇതേ കോളനിയിലെ പള്ളിപ്പാടത്ത് റൂബിന് ആക്രമണത്തിൽ പരിക്കേറ്റു. ഇരുവരെയും കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുബിന് കൈക്കാണ് വെട്ടേറ്റിട്ടുള്ളത്. വെള്ളിയാഴ്ച രാത്രി 10:30 സ്വാശ്രയ കോളനിയിൽ ആക്രമണം നടന്നത്. പോസ്റ്റർ പതിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ BJP CPM പ്രവർത്തകർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 15 BJP പ്രവർത്തകർക്കെതിരെ മതിലകം പോലീസ് കേസെടുത്തു. വലപ്പാട് അംബേദ്കർ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അംബേദ്കർ ചരമദിനാചരണം നടത്തി. ഇതോടനുബന്ധിച്ച് എടമന റോഡിലെ അംബേദ്കർ നഗറിൽ മുതിർന്ന പൊതുപ്രവർത്തകരായ കൊണ്ടിയാറ വേലായുധൻ, O ദിവാകരൻ, NA കൃഷ്ണൻകുട്ടി എന്നിവരെ ആദരിക്കുകയും ചെയ്തു. AN സിദ്ധപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ദാസൻ ഊണുങ്ങൽ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിതീരം ഫൗണ്ടേഷൻ ഡയറക്ടർ CK ബിജോയ് മുഖ്യപ്രഭാഷണം നടത്തി. ആദരവ് ഏറ്റുവാങ്ങിയവർ മറുപടി പ്രസംഗവും നടത്തി. അധസ്ഥിത വർഗത്തിന്റെ മോചനത്തിനു വേണ്ടി ആജീവനാന്തം പോരാടിയ മഹാനായ അംബേദ്കറുടെ പേരിൽ ഈ ഒത്തുചേരൽ നാം ഇന്ന് എല്ലാവരും നമ്മുടെ ഒരു ആഘോഷമായി കാണുകയും ഈ ദിവസം നമ്മുടെ കൊച്ചുമക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്ന കുട്ടികളിൽ വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ സ്ഥലങ്ങളിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. കവിതയുടെ സൗന്ദര്യാനുഭൂതി നഷ്ടപ്പെടാത്ത വിധം കാവ്യരചന നടത്തിയ ഒരാളാണ് O ദിവാകരൻ എന്ന് പറയാതെ നമുക്ക് വയ്യ. വയലാറിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ കവിതകളിൽ അതിശക്തമായിട്ടുണ്ട്. വയലാർ കവിതകളുടെ അന്തർധാര പലപ്പോഴും പാവപ്പെട്ടവനും സ്ഥിതിസമത്വത്തിന് വേണ്ടി പോരടിക്കുന്നവന്റെയും വിശപ്പിന്റെയും ഒക്കെ തന്നെ ദർശനങ്ങളാണ് എന്ന് നമുക്കറിയാം. അതേ ദർശനങ്ങൾ ഉൾക്കൊള്ളുകയും പാവപ്പെട്ടവർക്ക് വേണ്ടി പാടുകയും അതോടൊപ്പം ജീവിതത്തിന്റെ സൗന്ദര്യ തലങ്ങളെ സ്പർശിക്കുകയും ചെയ്ത ഇനിയൊരു ഇടവേള.